ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ഫിഷ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ജിമ്മ് ഫിറ്റ്നസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഇന്ന് കെയും നമ്മുടെ ഒരു ഗസ്റ്റിനെ പോലെയാണ്. വേറെ രണ്ട് ഗസ്റ്റുകൾ നമ്മുടെ വന്നിട്ടുണ്ട്. ഒന്ന് എന്റെ ട്രെയിനറും ഒന്ന് എന്റെ ട്രെയിനിങ് ചെയ്തതുമാണ്, എന്റെ ഫ്രണ്ടുമാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. കെയും ഒരു ട്രെയിനർ തന്നെയാണെന്ന് പലർക്കും അറിയാം, പക്ഷെ അറിയാത്തവർ ഇഷ്ടം പോലെ വരുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ബേസിക്കലി എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓരോരുത്തരെ. ഇത് അഖിൽ ഫിറ്റ്നസ് ഹോളിലെ ട്രെയിനറാണ്. ഷാഹുൽ ഫിറ്റ്നസ് ഹോളിലെ ട്രെയിനറാണ്. കെ ഫിറ്റ്നസ് ഹോളിലെ ട്രെയിനറാണ്. അപ്പോ ഇന്ന് നമ്മൾ ബേസിക്കലി ഇവരെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ ഫിറ്റ് അല്ലെങ്കിൽ ഇവര് മൂന്നുപേരും നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഒരു ചെറിയ ഒരു കോൺവെർസേഷൻ അവരെ വിളിച്ചപ്പോൾ അവര് ജസ്റ്റ് വന്നു. അപ്പൊ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വെച്ച് തുടങ്ങാം. നമുക്കിത് ആദ്യത്തെ ചോദ്യം ഞാൻ മൂന്നുപേരോട് ചോദിക്കാം. എന്തിനൊരാൾ ജിമ്മിൽ പോകണം? എന്റെ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ അയാള് ജീവിച്ചിരിക്കണതിന്റെ അർത്ഥം കൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, ശരിയല്ലേ? ഇപ്പൊ എനിക്ക് ട്രെയിനിങ് ചെയ്യണം, എനിക്ക് ട്രെയിൻ ചെയ്യണം, എൻ്റെ വീട്ടുകാരെ നോക്കണം, അല്ലെങ്കിൽ അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽത്തും വേണം, മനസ്സിലായോ? സ്ട്രെങ്തും ബോഡിയൊക്കെ വേണം. ഓക്കെ, അത് ഇല്ല എങ്കിൽ എന്ത് പറ്റും? നേരെ റിവേഴ്സ് ആവും. എന്നെ മറ്റുള്ളവർ നോക്കേണ്ട അവസ്ഥ വരും. എന്നുവെച്ചാല് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണം. അതാണ് എന്റെ എക്സിസ്റ്റ്. ഞാൻ അഖിൽ എന്നുള്ള ആൾ ജീവിച്ചിരിക്കണ എന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് ഭംഗിയായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണം, മനസ്സിലായി? അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഹെൽത്തിന് കൊടുക്കുക. അപ്പൊ അതിന് ജിമ്മിൽ തന്നെ പോകണം നിർബന്ധമില്ല. ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചാൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിന് ജിമ്മിൽ തന്നെ പോകണം നിർബന്ധമില്ല, മനസ്സിലായോ? അത് ഒരു വഴിയാണ്, ഈസിയാണ്. ഒന്നത് അഖിലെ പറഞ്ഞോട്ട് തന്നെ ഇപ്പൊ ആർക്കും ടൈമില്ല, ഒന്നിനും ടൈമില്ല. പണ്ട് ഈ ജിമ്മിലൊന്നും ആരും പോയിക്കൊണ്ടെന്ന് വെച്ചില്ല. എല്ലാവർക്കും ഇപ്പൊ സാധനം വാങ്ങിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് വീട്ടില് പണിക്ക് വരെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാം മെഷീൻസ് ആയി. നമ്മൊരു കടയിൽ പോകണമെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് കാർ എടുത്തോണ്ട് പോകും. അപ്പൊ നമ്മുടെ വാക്കിംഗ് കുറഞ്ഞു, നമ്മുടെ ആക്ടിവിറ്റീസ് നോർമലി കുറഞ്ഞു. അപ്പൊ നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ്മെന്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ബോഡി ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അത് ഞാൻ ഒരു എക്സാമ്പിൾ ഇന്നലെ കണ്ട, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്. അത് മറ്റേ നമ്മുടെ ഈ അഖാരയില്ലേ, അഖാര എന്നല്ലേ പറയുന്നത്, മറ്റേ ഗുസ്തി പഠിപ്പിക്കുന്ന സ്ഥലം. അവരെന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരുന്ന ആളുകളെ കൊണ്ട് അത് മൊത്തം കളക്കി, അത് മൊത്തം കളപ്പിച്ചിട്ട് അത് നല്ല ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. അത് മൊത്തം കളപ്പിച്ചിട്ട് അത് മൊത്തം ഈ നമ്മുടെ ബാക്കിൽ സാധനം ഇട്ട് സൽമാൻ ഖാന്റെ അത് ചെയ്ത് അത് ശരിക്കും സൽമാൻ ഖാന്റെ സുൽത്താൻ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അത് ബേസിക്കലി അവര് പണ്ട് ബോഡി എന്തുകൊണ്ട് ആ ലൈക്ക് സ്ഥലത്ത് ഉണ്ടാവും വെച്ചാൽ ഇവർ ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ്. അതിനെല്ലാം മോഡേണൈസ്ഡ് വേർഷൻ ആണ് ജിമ്മ്. മെഷീനറീസ് ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ആണല്ലോ വന്നേക്കുന്നത്. അതെ, ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആൾക്കാർക്കൊക്കെ ഓഫീസ് ജോബാണ്. എല്ലാവരും ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കുത്തിയിരുന്ന് പണിയെടുക്കുക. ആരുടെയും ബോഡി ഒരു മിനിമം നമുക്ക് വേണ്ട സ്ട്രെങ്ത്. ഇപ്പൊ അഖിലേട്ടൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നോക്കേണ്ട എത്ര പൈസ ഉണ്ടായിട്ടും എന്താണെങ്കിലും മിനിമം വേണ്ട ഒരു ഫിറ്റ്നസ് നമുക്കില്ലെങ്കിൽ നമ്മളെ ആൾക്കാർ നോക്കേണ്ടി വരും. നമ്മുടെ ഒരു പ്രൗഡി അല്ലെങ്കിൽ അതിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിറ്റ്നസ് നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഫിസിക്കാണ്. ഇപ്പൊ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും മസിൽസ് വീക്ക് ആവും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ഒരു സ്പോർട്സ് ചെയ്തോ അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ കുറെ കിളച്ചോ ഒന്നും ബോഡി ഒന്നും ആക്കാൻ പറ്റില്ല. അല്ല, പണ്ടത്തെ അസുഖങ്ങളും കൂടുതലാണ്. അസുഖങ്ങളും കൂടുതൽ, ലൈഫ് സ്റ്റൈൽ ഫുള്ളായിട്ട് മാറിയില്ല. ഫുഡും നമ്മുടെ ആഹാരം ഭയങ്കര മോശമാണ്. എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ട് കഴിക്കുന്ന ഫുഡുകളല്ല നമുക്ക് കഴിക്കുന്നത്. അത് എല്ലാ രാജ്യത്തു നിന്നുള്ള സ്റ്റൈൽ ഫുഡുകൾ നമുക്ക് കഴിക്കുന്നതാണ്. നമ്മുടെ അപ്പൂപ്പന്മാരുണ്ടല്ലോ, അവരൊരു ലൈഫ് ടൈമില് അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന കെമിക്കൽസിന്റെ എക്സ്പോഷർ നമ്മളൊക്കെ ഒരു മാസം കൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അത്രയും സാധനങ്ങൾ നമ്മുടെ ചുറ്റും ചുമ്മാ കിടക്കും. ഇപ്പൊ എത്ര പ്രായമാകുമ്പോ ഒരാള് ജിമ്മിൽ ഫസ്റ്റ് വരണമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ആക്ച്വലി അങ്ങനെ ഏജ് ഇല്ല. ഞാൻ ആക്ച്വലി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു 7 വരെ അധികം നീളം വെച്ചില്ല. പക്ഷെ ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ പെട്ടെന്ന് നീളം വെക്കാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ പറയായിരുന്നു ജിമ്മിൽ പോയി നീളം വെക്കൂല, ജിമ്മിൽ പോയി നീളം. പക്ഷെ ഞാൻ ഒരുപാട് നാളും ചെയ്തില്ലെങ്കിലും ഞാൻ അത്യാവശ്യം ഒരു മലയാളി സ്റ്റാൻഡേർഡിൽ നല്ല നീളമുള്ള ഒരാളാണ്. അപ്പം ജിമ്മിൽ പോയാൽ അപ്പൊ ചോദിക്കും ജിമ്മിൽ ഞാൻ പ്രോപ്പറായിട്ട് പോയോ? ഇപ്പൊ ഷാഹുൽ ഞാൻ
ഇത് പറയല്ലേ ഷാഹുൽ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടും ഷാഹുലിന് നീളമുണ്ട്, ബാക്കി നിങ്ങൾ രണ്ടുപേരുടെയും ഫാമിലിയുടെ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ജനറ്റിക്. പക്ഷെ പൊതുവെ ഒരു പറച്ചിലുണ്ടല്ലോ നീളം വെക്കൂല, അതിനെ പറ്റി എന്താ? തിയറിറ്റിക്കലി അങ്ങനെ സംഭവം ഇല്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഇത് പറയുന്നത് ഗ്രോത്ത് പ്ലേറ്റിന്റെ ഇത് ലിമിറ്റ് ആവുന്ന പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു സയന്റിഫിക് സ്റ്റഡീസിലും ഗ്രോത്ത് പ്ലേറ്റ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ലിമിറ്റേഷൻ വന്നല്ല. പക്ഷെ ചിലർക്ക് ഇഞ്ചുറീസ് വന്നിട്ട് അപകടങ്ങളൊക്കെ വരുമല്ലോ, ജിമ്മിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഗ്രോത്ത് പ്ലേറ്റ് ഇഞ്ചുറീസ് വരും. അല്ലാണ്ട് ഒരിക്കലും ഹൈറ്റ് വെക്കണതിനെ ഈ സാധനം ബാധിക്കും. ജനറ്റിക് വെച്ചാണ് ഒരാളുടെ ഹൈറ്റ് വണ്ണം എല്ലാം നമ്മുടെ കാരണവന്മാർ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ജനറ്റിക്കാണ് നമുക്ക് കിട്ടുന്നത്. വർക്ക്ഔട്ട് ചെയ്താൽ കുറച്ചുകൂടെ കൂടത്തേ ഉള്ളൂ. കാരണം മോഡേണൈസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ചിലപ്പോൾ കൂടെ കുറച്ചും കൂടെ ഗ്രോത്ത് കൂടി വരത്തേ ഉള്ളൂ, കുറഞ്ഞു പോകത്തില്ല. പക്ഷെ ഇത് തിയറിറ്റിക്കലി ഇതും അല്ല, ഒന്നും പറഞ്ഞില്ല. ഏജ് ഇല്ല, അതായത് ഏത് ഏജിലും വർക്കൗട്ട് ചെയ്യാം, പക്ഷെ ഏജ് അനുസരിച്ച് ഓരോരുത്തരുടെ വർക്കൗട്ടിന്റെ ലെവലും ഈ കണ്ടീഷൻസ് ഒക്കെ മാറും. വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചെറിയ പിള്ളേർ ഓടിച്ചു വന്നിട്ട് 50 20 30 50 ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളിപ്പോ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല, നിങ്ങളിപ്പോ ഓരോരുത്തരും ഓരോ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് ഒരു സ്റ്റൈൽ ഓഫ് വർക്ക്ഔട്ട്, ആണുങ്ങൾക്ക് ഓരോ പ്രായം അനുസരിച്ച്, പെണ്ണുങ്ങൾക്ക് മെയിൻ പ്രായം അനുസരിച്ചുള്ള വർക്ക്ഔട്ട്, പിന്നെ നിങ്ങൾ ബോഡി അനുസരിച്ച് വേണോ ഓരോരുത്തരുടെ സ്റ്റൈൽ അല്ല. ഇപ്പൊ പെണ്ണുങ്ങളിലും ഉണ്ട് 100 കിലോ ഒക്കെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് ആണുങ്ങളിൽ 50 കിലോ പോലും പറ്റാത്ത ആൾക്കാർ. സോ ആളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊടുക്കണം. വർക്കൗട്ട് സത്യം പറഞ്ഞാൽ ജെൻഡർ സംഭവം ഇല്ല, എല്ലാവർക്കും സെയിം വർക്കൗട്ടാണ്. ആക്ച്വലി ആണുങ്ങളായിട്ട് കൂടുതൽ പെണ്ണുങ്ങളാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. നമ്മ ജിമ്മിലാണെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോ ആണുങ്ങളുടെ അടുത്ത് 10 കിലോ ഡംബർ എടുക്കാൻ പറഞ്ഞാൽ 10 കിലോ പൊങ്ങോ, മറിച്ച് നമ്മൾ ലേഡീസിനോട് ചാടി പിടിച്ച് 10 കിലോ എടുത്ത് അടിക്കുകയാണ്. അപ്പൊ ആ ഒരു വേരിയേഷൻ അവര് ഭയങ്കരമായിട്ട് ഇതില് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് ചെയ്യണം മനസ്സിലാക്കുന്നു. ഞാൻ ആക്ച്വലി ആദ്യം ജിമ്മിൽ പോയപ്പോ എനിക്ക് അധികം വണ്ണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വണ്ണം വെച്ച് കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോയപ്പോൾ, ഞാൻ ജിം ആക്ച്വലി നിർത്താനുള്ള മെയിൻ കാരണം പണ്ട് ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2-2.5 വർഷമായിട്ട് പോകുന്ന ഒരാളാണ്. അന്നത്തെ ഇന്നത്തെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ അതൊരു 10-15 വർഷം മുമ്പ് ജിമ്മിൽ പോകുമ്പോൾ വണ്ണം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ അവിടുത്തെ ആശമാർ ആദ്യം പറയും ഓടിക്കൂ. ആദ്യമേ കയറി അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ട്രെഡ്മില്ലിൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറച്ച് സൈക്ലിംഗ് ചെയ്യിപ്പിക്കും, ക്രോസ് ട്രെയിനർ ചെയ്യിപ്പിക്കും, അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പൊ. പക്ഷെ അതിനൊരു ഭയങ്കര റെവല്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഒരു വണ്ണം ഉള്ള ഒരാൾ, ഇപ്പൊ ഒബീസ് ആയിട്ടുള്ള ഒരു 40% ബോഡി ഫാറ്റ് അല്ലെങ്കിൽ 35 to 40% വന്ന ഒരാളിനെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ബേസിക് ഐഡിയ ഓഫ് എങ്ങനെയാണ് അവരെ കുറച്ചെടുക്കാൻ ചെയ്യിപ്പിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. ഇപ്പൊ ഞാൻ നോക്കുന്ന വെച്ചാല് ഒബീസാണ് ശരി, ഒന്നാളുടെ ഏജ് നോക്കണം, എന്തുകൊണ്ട് ഒബീസായി മനസ്സിലായോ, ഒന്നത്. രണ്ട്, പിന്നെ ഇയാളുടെ ഇപ്പോഴത്തുള്ള ബേസിക് അവസ്ഥ, ഇപ്പൊ അയാളുടെ നിലവിൽ എന്താ അവസ്ഥ എന്താണ്. ഇപ്പൊ തണ്ണുണ്ടെങ്കിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ വീസിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം, പിന്നെ ബ്ലഡ് പ്രഷർ ഡൗൺ ആയിരിക്കും, അങ്ങനെ കുറെ കേസ് ഉണ്ട്. അപ്പൊ ആദ്യം അയാളുടെ ബേസിക് നിലവിൽ എന്താ അവസ്ഥ എന്ന് നോക്കണം. അത് നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലൊക്കെ ആക്കണം. ഇത് ആക്കിയെടുക്കാനായിട്ട് ആദ്യം അയാളുടെ പോസ്റ്റർ, ലൈഫ് സ്റ്റൈൽ, എന്ത് ജോലി ചെയ്യുന്നു, ഉറക്കം, ഫുഡ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് ഓരോ ഏജും ഓരോ ദിവസം ആൾക്കാരും മാറും. ഇനി ഇതേ കേസിൽ തന്നെ ചിലപ്പോൾ ഇഞ്ചുറി ഉള്ളവരുണ്ടാവാം. മണ്ണം ഉണ്ടാകുമ്പോൾ എന്തായാലും നടുവനും മുട്ടനും അല്ലെങ്കിൽ തേയ്മാന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏജ് അനുസരിച്ച്. അതും കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെയിറ്റ് ട്രെയിനിങ് എടുക്കാനുള്ള കണ്ടീഷനിലേക്ക് ബോഡി ആക്കി എടുക്കണം, ഇംപ്രൂവ് ചെയ്യണം. ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഇപ്പം ജീവിതത്തിൽ ഒരിക്കലും ജിമ്മിൽ പോയിട്ടില്ല, ലൈഫിൽ പോയിട്ടില്ല, പക്ഷെ ഒരു 60-62 ദിവസം റിട്ടയർമെന്റിൽ ആലോചിക്കുന്നത് എനിക്ക് ഇനി എന്റെ ശരീരം അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ജിമ്മിൽ വരാൻ പറ്റും. അല്ല, അങ്ങനെയുള്ളവർ പറയും പോയി കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ തേയ്മാനം വരും. ഫസ്റ്റ് ടൈം പോയിട്ട് വെയിറ്റ് എല്ലാം എടുക്കേണ്ടത്. നമ്മതാണ് ഒരാള് വന്നു കഴിയുമ്പോൾ എവരി ട്രെയിനർ എല്ലാവർക്കും അവരുടെ ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യണമായിരിക്കില്ല, അഖില ചെയ്യണമായിരിക്കില്ല, കേക്ക് ചെയ്യണത് എല്ലാവർക്കും. പക്ഷെ പറഞ്ഞത് തെറ്റല്ല, പറഞ്ഞത് തെറ്റല്ല. അപ്പൊ ഇപ്പൊ വേറൊരു ട്രെയിനർ ഇപ്പൊ വേറെ ജിമ്മിൽ പോയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആ ട്രെയിനറിനെ തെറ്റാളപ്പോ പഠിപ്പിച്ചത് ബിരിയാണി പേര് സെയിം ആണ്, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം സെയിം ആണ്. എല്ലാത്തിനും ടെക്നിക്സ് ആണ്. നമ്മൾ ചെയ്യണ മസിൽ സെയിം തന്നെ, പക്ഷെ അത് ചെയ്യണ മൂവ്മെന്റ്സ് വേറെ രീതിയിലായിരിക്കും ചെയ്യണത്. അത് ആരുടെ ഇപ്പൊ എല്ലാരും ഓൺലൈൻ നോക്കിയാണ് ചെയ്യണത്. ഓൺലൈനിൽ ഏതെങ്കിലും വള്ളി പിടിച്ച് തോന്നാണ്ട് അശൻ എന്താ അത് ചെയ്യിക്കാതെ, അശൻ എന്താ ഇങ്ങനെ ചെയ്യിക്കാതെ, ഓൺലൈൻ പറയണം. ലിമിറ്റഡ് സോഴ്സ് വെച്ചിട്ടാണ് ഓൺലൈൻ ട്രെയിൻ ചെയ്യിക്കുന്നത്. മോസ്റ്റ്ലി ഓൺലൈൻ ട്രെയിനിങ് എന്ന് വെച്ചാൽ വീട്ടിലുള്ള ഇപ്പൊ ആൾക്കാര് ഓൺലൈൻ, ഞങ്ങളൊക്കെ പണ്ടത്തെ ശരിയാണ്, ഞങ്ങൾ പണ്ടത്തെ ട്രെയിനർമാരാണ്, പണ്ടോട്ട് ചെയ്തു തന്നെ വർക്കൗട്ട്സ് ആണ് ഞങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്തു വന്ന സമയത്ത് നമ്മുടെ ഗുരുക്കന്മാര് നമ്മളെ ഇത് പഠിപ്പിച്ചാണ് ഞങ്ങൾ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായി വന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പൊ ഓൺലൈനിൽ ട്രെയിൻ ചെയ്ത് കാണിക്കുന്ന എല്ലാവരും അത്യാവശ്യം 6 പാക്കും അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ വള്ളി തൂണ് കാണിക്കുന്നത്. ഈ വണ്ണം വെച്ചിട്ടുള്ളവർക്ക് ആ എക്സസൈസ് കാണിക്കാൻ ആരും കാണിക്കൂല. അപ്പൊ അത് പോസിബിൾ അല്ല. അങ്ങനെ ആയിട്ട് നമുക്ക് എന്തുവേണമെങ്കിൽ വെറൈറ്റി ചെയ്യാം. ഈ ഓൺലൈൻ കോമഡി ഇപ്പൊ ഇടയ്ക്ക് മറ്റേ ജ്യോതികയുടെ ഇപ്പൊ കൊറേ പേര് വന്നിട്ട് നമുക്ക് അങ്ങനത്തെ വർക്കൗട്ട് അവര് ഓൾറെഡി ഫിറ്റ് ആയ ഒരു ലെവലോ അവര് ചെയ്യുന്ന കണ്ടിട്ട് അപ്പൊ ആൾക്കാർ നമ്മുടെ ട്രെയിനർ എന്താ ഇത് ചെയ്യും കഴിഞ്ഞ് ഡെയിലി സെയിം വർക്ക്. എനിക്ക് ഇപ്പോഴും ക്ലയൻസ് ഉണ്ട് 3 വർഷം 4 വർഷമായിട്ട് എന്റെ അടുത്ത് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സാശന്റെ സെയിം എനിക്ക് മടുപ്പായി. അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ 10-15 കൊല്ലമായിട്ട് സെയിം ഇത് ചെയ്യാം. ഞങ്ങൾക്ക് കൊടുക്കണ്ടേ ചെസ്റ്റിന് വർക്കൗട്ട് നമുക്ക് ഇതേ ഉള്ളൂ. അത് ഇങ്ങനെ ജിമ്മിലെ ഫെസിലിറ്റി അനുസരിച്ച് ട്രെയിനിങ് മാറും. പക്ഷെ അത് എല്ലാ ജിമ്മിലും സെയിം. ഇപ്പൊ സ്ഥിരം ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറെ പേര് ഈ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ 10-20-40 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പുള്ളി അറിയുന്നുണ്ട് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് പുള്ളിയുടെ വർക്കൗട്ട് പാറ്റേൺ ഒന്നും മാറിയിട്ടില്ല. അത് തന്നെയാണ് സെയിം. അതിൽ കൂടുതൽ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ വൺസ് ഇപ്പൊ ബോഡി അങ്ങനെ ആയി കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ളൂ. വർക്കൗട്ടിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിൽ ലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. ഇന്റൻസിറ്റി സംഭവം ഇൻക്രീസ് ചെയ്യാം. വർക്ക് ലോഡ് ആയിട്ടോ അല്ലെങ്കിൽ റെപ്സ് ആയിട്ടോ അങ്ങനെ ചേഞ്ചസ് ഉള്ളൂ. ശരിക്കും ആൾക്കാരുടെ വിചാരം വെറൈറ്റി വർക്കൗട്ട് ചെയ്താലേ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇപ്പൊ ഒരാൾക്ക് വന്നിട്ട് ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ലൈക്ക് എന്റെ ഫാറ്റും മസിലും തമ്മിൽ ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ബോഡിക്ക് ഒരു ചേഞ്ച് വരുമ്പോൾ ആദ്യം ഒരു വെയിറ്റ് ഡ്രോപ്പ് ഉണ്ടാവും. അതൊരു കുറച്ചൊരു 4-5 കിലോ കുറഞ്ഞു കഴിയുമ്പോൾ അവിടെ പിന്നെ പറയും ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നിർത്തും ഒട്ടുമിക്ക ആൾക്കാരും. അത് ആ പ്ലാറ്റോ സ്റ്റേജ് എന്നല്ല അതിന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോണെങ്കിൽ നമ്മൾ അതിനേക്കാളും വർക്കൗട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് എത്തി കഴിയുമ്പോൾ ജിം അങ്ങ് നിർത്തും. ജിമ്മ് നിർത്തുമ്പോഴും എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു 3-4 മാസം 6 മാസം ജിമ്മിൽ പോയി. 6 മാസം ജിമ്മിൽ പോയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മസിൽ ഗെയിൻ ചെയ്യുകയും ചെയ്യും. പിന്നെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും വെയിറ്റ് ഡ്രോപ്പ് ആവും ആദ്യത്തെ ഒരു മാസം. അതെന്താണെന്നുള്ളത് അറിയില്ല. അതാണ് അതിന് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കി മസിൽ കുറയുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിലും എനിക്ക് വണ്ണം കുറയുന്നുണ്ടല്ലോ എന്ന്. അതെന്ന് വെച്ചാല് വെയിറ്റ് കുറയാ ഹെൽത്തി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും ഉണ്ട്. വെയിറ്റ് കുറയണത് അല്ലെങ്കിൽ ഇപ്പോഴും ഇന്നൊരു ക്ലയന്റ് വന്നിട്ട് പറയാം വെയിറ്റ് കുറയണില്ല എന്ത് ചെയ്താല്. 1 മാസമേ വർക്കൗട്ട് ചെയ്യണു ആക്ടിവിറ്റീസ് രസമല്ല. വെയിറ്റ് ഈക്വൽ ടു ഈക്വലാ. ഇന്ന് മെഷർമെന്റ് എടുത്തപ്പോ എല്ലാം 3-4 ഇഞ്ച് വെച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി എപ്പോഴും പക്ഷെ വെയിറ്റ് കുറഞ്ഞില്ല. അതാണ് ക്ലയന്റ് എന്നോട് ചോദിച്ചാലും ഇപ്പം എന്നോട് പലരും പറയും കുറെ. പക്ഷെ എനിക്ക് അടുത്തായിട്ട് ലൈക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. പക്ഷെ കാണുന്നവർ പറയും അതെ. പക്ഷെ സ്കെയിലിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്കൊരു 2 കിലോ 1 കിലോ കുറഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാകും ആൾക്കാർക്ക് അത് ഫീഡഡ് ആണ്. ആൾക്കാർ കുറഞ്ഞു കണ്ടില്ലെങ്കിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു ഫാറ്റ് ലോസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്താ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ദേഹത്ത് മറ്റേ എന്താ പേര് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സാധനമില്ലേ ഈ കറണ്ട് പോലത്തെ. അപ്പൊ നമ്മളവിടെ ആദ്യമേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളോട് അവിടെ കിടക്കാൻ പറയും. അപ്പൊ ആദ്യം കയറുന്നതിന് മുമ്പ് അവർ വെയിറ്റ് നോക്കും. അവരുടെ ഗ്യാരണ്ടി അവർ പറയുന്നത് 10 കിലോ കുറച്ച് വരും ഇത്ര പാക്കേജ് എടുത്താലെന്ന്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ അവിടെ കിടത്തിയിട്ട് ആദ്യമേ വെള്ളമൊക്കെ കുടിച്ച് നമ്മളവിടെ കിടക്കും. 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ പറയും. റിലാക്സ് ചെയ്തിട്ടൊക്കെ നമ്മുടെ വെയിറ്റ് നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കും. ഇന്നതാണ് വെയിറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു X ആണ് വെയിറ്റ്. കയറും, ഇത് ചെയ്യും. ഈ സാധനം ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയും 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് മൂത്രം വെച്ചിട്ട് അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്തിട്ട് വരാൻ പറയും. യൂറിനേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് നോക്കുന്നത് നമുക്ക് 1 കിലോ കുറയും അല്ലെങ്കിൽ ഒരു 1/2 കിലോ കുറയും. അപ്പം അത് കാണുന്ന പലർക്കും അയ്യോ ഇത് കുറച്ച് ദിവസം അപ്പൊ ഇവര് പറയും. എന്നിട്ട് പിന്നെ ഇവര് കുറെ എക്സസൈസ് നടക്കാൻ പറയും. അങ്ങനെ സൈഡിൽ നിന്ന് ബാക്കി ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന പറയെങ്കിലും ഇവരിവിടെ പ്രൂവ് ചെയ്യുന്ന സാധനം ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ കൊള്ളാലോ എന്ന് പലരും വിചാരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കില്ല. എന്നിട്ട് അതിന് മുമ്പേ വന്നിട്ട് വരട്ടി പോകും. എന്നിട്ട് അത് ചെയ്യുമ്പോൾ കുറയുന്നില്ലല്ലോ. അവർ പറയും ചെയ്യുന്നതിന് മുമ്പായിട്ട് വരട്ടി യൂറിനേറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അപ്പൊ ഓരോ രീതിയിലും അതെ, അതായത് ഓരോ രീതിയിലും നമ്മളെ വണ്ണം ഉണ്ടെന്ന് പറയുന്ന ഡാ തടി എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് കാണിക്കുന്ന പോലെ വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മിസ്ലീഡ് ചെയ്ത ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആകെ കൺസിസ്റ്റന്റ് ആയിട്ട് വണ്ണം കുറയണമെങ്കിൽ എനിക്ക് മനസ്സിലായി എക്സസൈസ് ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ ഫുഡ് ക്ഷമയാണ് ഏറ്റവും വേണ്ട. ഇന്ന് വന്നിട്ട് ഞാൻ ചില 10-25 കൊല്ലം നിങ്ങൾ തിന്ന സാധനം ഒരു ദിവസം കൊണ്ട് എനിക്ക് കുറച്ച് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവങ്ങളെ എല്ലാവരും കല്യാണത്തിന് ഒരാഴ്ച മുന്നേ വരും.
ആശാനെ 6 പാക്ക് ആക്കാം ഞങ്ങൾക്ക് ഇപ്പോഴും അതല്ല, ശരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു ദിവസം കഴിഞ്ഞ മുമ്പത്തെ ദിവസം ഒരു ആള് വന്നിട്ട് കല്യാണമാണ് വെയിറ്റ് കുറയ്ക്കണം. ഞാൻ ചോദിച്ചാൽ എത്ര നാൾ സമയമുണ്ട്? 2 മാസം. നമുക്കൊരു 1 മാസത്തിന്റെ അടുത്ത് സമയമുണ്ട്. പിന്നെ നമുക്ക് 1 മാസം കൊണ്ട് എങ്ങനെ അതിന്റെ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ബ്രോ. കല്യാണത്തിന് ഒരു 10-15 ദിവസം മുമ്പ് എനിക്ക് വീട്ടിൽ പോകണം. പറഞ്ഞു വന്നപ്പോ 10 ദിവസം പോലും സമയമില്ല. പക്ഷെ പുള്ളിക്ക് 5-6 കിലോയെങ്കിലും കുറയ്ക്കണം. ഇതെന്താ ഇത്? അതെന്ന് വെച്ചാൽ എത്ര ആള് എനിക്കറിയാമെങ്കിൽ ഞങ്ങൾ ആശാന്മാർ ആദ്യം അതല്ലേ അല്ല, അത് നോക്കാം. ഇപ്പം ഷാഹുൽ പറഞ്ഞതിന് ഒരു ഈ ഹിന്ദു മിത്തോളജി വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അതിനകത്ത് ഇവര് പല ദൈവങ്ങളെ വരയ്ക്കുമല്ലോ. ഇതിനകത്ത് ഫുഡ് കഴിക്കുന്ന ദൈവത്തിന് പോലും വണ്ണമുണ്ട്. ഗണപതി ആണെങ്കിൽ വണ്ണമുണ്ട്, ദൈവത്തിന് പോലും വണ്ണമുണ്ട്. അതേസമയം പണിയെടുക്കുന്ന ദൈവങ്ങൾ, ഇപ്പൊ യുദ്ധത്തിന് പോകുന്ന ദൈവങ്ങളാണെങ്കിൽ അവർക്ക് വണ്ണം കുറവാണ്. അപ്പൊ അന്ന് വരച്ചു വെച്ചവർക്ക് പോലും ബുദ്ധിയുണ്ട്. ദൈവമാണേലും ചുമ്മാ ഇരുന്ന് എന്താ വണ്ണം കുറയില്ല. അപ്പൊ അതെനിക്കും ബാധകമാണ്.